blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ടെലികാസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. തുടർന്ന് നമ്മൾ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം ഇന്ന് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അവർ ഇന്നത്തെ എക്സാമിൻ്റെ പുസ്തകങ്ങൾ, എഴുതുന്ന പെൻ തുടങ്ങിയതെല്ലാം ഒരുക്കി വെച്ച് തയ്യാറായി നിൽക്കുക. നമുക്ക് ഒരുമിച്ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കുമ്പനാട് നിന്നുള്ള ഒരു വെൽവിഷർ, കൊച്ചുമകളുടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. പ്രാർത്ഥന വിഷയങ്ങൾ 2 പെൺമക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി, ആ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ, കൊച്ചുമകളുടെ നല്ല ഒരു ഫ്യൂച്ചറിന് വേണ്ടി. ദുബൈയിൽ നിന്ന് ഒരു സഹോദരൻ, ഒരു വെൽവിഷർ, ഇളയ മകളുടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിക്കാം. വലത് കാലിൽ തുടയിലുണ്ടായ ഒരു ഇഞ്ചുറി നിമിത്തം, മസിലിൻ്റെ ഒരു ചെറിയ തകരാറുകൾ നിമിത്തം കാൽമുട്ട് ഡിസ്ലൊക്കേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അത് പൂർണ്ണമായി മാറാൻ വേണ്ടി. അതുപോലെ ഇളയ മകൻ ഒരു നെയ്സൽ സർജറി, മൂക്കിലുള്ളൊരു ഓപ്പറേഷൻ, ജൂലൈയിൽ 3 അബ്നോർമാലിറ്റികൾ മാറാൻ വേണ്ടി നടക്കേണ്ടതുണ്ട്. പക്ഷേ കർത്താവ് ഇതൊന്നും കൂടാതെ സൗഖ്യമാക്കാൻ വേണ്ടി. അതുപോലെ എബി ജേക്കബ് ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, കൂടുതൽ ഓർഡറുകൾ ലഭിക്കാൻ, കടബാധ്യതകൾ മാറാൻ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നല്ല ഭാവിക്കും വേണ്ടി. ദുബൈയിൽ നിന്ന് മറ്റൊരു വെൽവിഷർ. മകൻ ജേക്കബ് ജോർജിന് വലത് കണ്ണിൻ്റെ വിഷൻ സർജറിക്ക് ശേഷം ഉണ്ട്. ആ ഒരു പ്രോബ്ലത്തിൽ നിന്നും തിരിച്ചു വരാൻ, നല്ല കാഴ്ച ഉണ്ടാകാൻ, വിദ്യാഭ്യാസത്തിന് വേണ്ടി. ഇളയ മകൻ തോമസ് ജോർജിന് വേണ്ടി നന്നായി മുടി വളർന്ന് കിട്ടുവാനും അവൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി. ഇത്രയും ഞാൻ പറഞ്ഞെങ്കിൽ ഇത് കൂടാതെയുള്ള പ്രാർത്ഥന വിഷയങ്ങളുണ്ട്. എല്ലാം ചേർത്ത് നമുക്ക് ഒരുമിച്ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ അനൗൺസ് ചെയ്ത എല്ലാ വിഷയത്തിനു വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്വാസം അങ്ങ് ഊതുന്നതിനായി നന്ദി പറയുന്നു. ലോകം എമ്പാടുമുള്ളവർ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. Father, we release healing, educational blessings, family blessings, financial blessings. അതുപോലെ കർത്താവ് സർജറി കൂടാതെ രോഗങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവ് 4 സ്പോൺസേഴ്സിനെ ഞങ്ങളുടെ നാമത്തിൽ ഈ സമയത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. We release your miracles into their lives, of Father. കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കൂത്താട്ടുകുളം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാർച്ച് 13 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ലയൺസ് ക്ലബ്, കൂത്താട്ടുകുളം. തിരുവല്ല ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാർച്ച് 14 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഫെലോഷിപ്പ് ഹാൾ, തിരുവല്ല. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറാകുക. അധ്യാപകർ, അതുപോലെ മാതാപിതാക്കന്മാർ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് യേശുവിൻ നാമത്തിൽ ഇന്ന് എക്സാം എഴുതുന്ന എല്ലാവരെയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം, കർത്താവെ അവരോട് കൂടെ ഇരുന്ന് വളരെ നന്നായി എക്സാം എഴുതുവാൻ കർത്താവ് കൃപ കൊടുക്കണമേ. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കണമേ. ശാരീരികമായ പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ. വളരെ ഫോക്കസോടുകൂടി ആയിരിക്കുവാൻ സഹായിക്കണമേ. സമയത്ത് എഴുതി തീർക്കുവാൻ, നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ പ്രാർത്ഥനാ ഡയറിയിലെ, മൈ പ്രയർ ഡയറിയിലെ പരീക്ഷയ്ക്ക് മുൻപുള്ള ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ മറക്കരുത്. വിന്നേഴ്സ് ഫാക്ടറിയിലെ എക്സാം ടിപ്സ് ഒന്നുകൂടെ നോക്കി വേണം ചെയ്യാൻ. വിന്നേഴ്സ് ഫാക്ടറി എന്ന വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകം കിട്ടിയിട്ടില്ലാത്തവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടാം. ഈ നിൽക്കുന്ന സിസ്റ്ററുടെ പേര് അനിത എന്നാണ്. തൻ്റെ മകൻ വിഷ്ണുവാണ് തൊട്ടരികിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ഈ ഒരു മാസം ഇവരുടെ ജീവിതത്തിൽ വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ മാസമായിരുന്നു.
ഈ നിൽക്കുന്ന മകൻ വിഷ്ണുവിന് തനിക്ക് ചെറുപ്പം മുതലേ സംസാരിക്കുവാനോ ചെവി കേൾക്കുവാനോ കഴിയുകയില്ല. അങ്ങനെയുള്ള സ്കൂളിലാണ് താൻ പഠിച്ചു വന്നത്, സ്പെഷ്യൽ സ്കൂളിലാണ് താൻ പഠിച്ചു വന്നത്. ഈ കഴിഞ്ഞ മാസത്തിൽ തൻ്റെ +2 റിസൾട്ട് വന്നപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. വലിയ നല്ലൊരു മാർക്ക് തന്നെ ഇവന് ലഭിച്ചു. കഴിഞ്ഞ ദിവസത്തിൽ ഈ മകൻ തിരുവനന്തപുരത്ത് തൻ്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടി, സ്പെഷ്യൽ സ്കൂളിൻ്റെ തന്നെ എൻട്രൻസ് എക്സാമിന് വേണ്ടി പോവുകയുണ്ടായി. കഴിഞ്ഞ ജൂലൈ 17-ാം തീയതി. ഈ സഹോദരി നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ പ്രേക്ഷകയായിരുന്നു. നമ്മുടെ കാലിക്കറ്റ് ബ്ലെസ്സിങ് സെൻറ്ററിലെ ഒരു അംഗം കൂടിയാണ് താൻ. അപ്പോൾ താൻ പ്രെയർ ലൈനിലോട്ട്, ആ ദിവസം പ്രെയർ ലൈനിലോട്ട് വിളിച്ചു പ്രാർത്ഥിച്ചു. ആ സമയം പ്രെയർ ലൈനിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: ധൈര്യമായിട്ടിരിക്കുക, ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. താൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവിടെ പോയി. പരീക്ഷയ്ക്ക് തൊട്ട് മുൻപ് മകൻ ക്ലാസ്സിൽ പരീക്ഷ ഹാളിൽ കയറിയപ്പോഴും താൻ വിളിച്ചു പ്രാർത്ഥിച്ചു. തൻ്റെ രാവിലത്തെ എക്സാം കഴിഞ്ഞു. അത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിലുള്ള എക്സാം ആയിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ഫൈനാൻസിനുള്ള എക്സാം ഉണ്ടായിരുന്നു. അതിന് പോകുമ്പോഴും താൻ വിളിച്ചു പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയോടുകൂടി ഇരുന്നു. അതിനുശേഷം ജൂലൈ 20-ാം തീയതി അതിൻ്റെ റിസൾട്ട് വരുമായിരുന്നു. ദൈവം ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതമാണ് ചെയ്തത്. പലർക്കും കഴിവുണ്ടായിരുന്ന ഒട്ടനവധി പേർ അവിടെ ഉണ്ടായിരുന്നു. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: മകന് സംസാരിക്കാൻ കഴിവില്ല, കേൾക്കുവാൻ കഴിവില്ല, അതുകൊണ്ട് വളരെയധികം പ്രയാസമായിരുന്നു. തനിക്ക് അറിയില്ലാത്ത കുറേ കാര്യങ്ങൾ പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ മകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് കുറേ പ്രയാസമായിരുന്നു എന്നെല്ലാം പറഞ്ഞു. പക്ഷേ താൻ പ്രാർത്ഥിച്ചത്, താൻ പൂർണ്ണമായി വിശ്വസിച്ചു. ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അതിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് 27-ാമത്തെ റാങ്ക് ഈ മകന് ലഭിച്ചു. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം എഴുതിയ ഫൈനാൻസിനുള്ള റാങ്കും വന്നപ്പോൾ അതിൽ 8-ാമത്തെ റാങ്കും ഈ മകന് ലഭിച്ചു. കർത്താവിന് കുറച്ചുകൂടെ നല്ലൊരു കൈയടി. ഹല്ലേലൂയ. ഈ വരുന്ന ഓഗസ്റ്റ് 5-ാം തീയതി താൻ തിരുവനന്തപുരത്ത് നാഷണൽ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാസ്സിനായി പോവുകയാണ്. അവിടെ തനിക്ക് അഡ്മിഷൻ ലഭിച്ചു. ഈ വരുന്ന 5-ാം തീയതി ഈ മകൻ അവിടെ പഠനം ആരംഭിക്കുകയാണ്. കൂടെ ശോഭിച്ചൻ പാത കാണിച്ചിടും തനിയെ വിടപ്പെടാ പോയി ഭയമല്ല പോയി ഭയമല്ല സന്ദേഹം ഇല്ലതീനൊട്ടും പോയി ഭയമല്ല പോയി ഭയമല്ല പോയി ഭയമല്ല താൻ കൈവിടാ സന്ദേഹം ഇല്ലതീനൊട്ടും ശോഭയേറും പൂക്കൾ വാടി വീഴുന്നു സൂര്യകാന്തി കൂടെ മാഞ്ഞു പോകുമേ. Remember one thing. ഒരു കാര്യം When മനസ്സിലാക്കുക, people reject you, ജനങ്ങൾ നിങ്ങളെ തള്ളിക്കളയുമ്പോൾ God offers His friendship and association to you. ഓർക്കുക, ദൈവം തൻ്റെ ആ കൂട്ടായ്മയും സഖിത്വവും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. God's friendship is offered to all who are rejected on the face of earth. ഈ ഭൂമുഖത്ത് തള്ളപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ദൈവം നൽകുന്ന ഒരു വാഗ്ദാനമാണ് ദൈവത്തിന്റെ സഖിത്വം എന്നുള്ളത്.
Can you say amen? ഒരു ആമേൻ പറയാമോ? Any time of your life, if people reject you, that means you are a friend of God. എപ്പോഴെങ്കിലും ജനങ്ങൾ നിങ്ങളെ തിരസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക, ആ സമയത്ത് ദൈവം നിങ്ങളുടെ കൂട്ടുകാരനായിട്ട് നിൽക്കുകയാണ്. Hallelujah. ചേർന്നൊരു ഹാലലുയ പറയാമോ? And God did one more wonderful thing for us. ദൈവം മറ്റൊരു മനോഹരമായൊരു കാര്യം കൂടെ ചെയ്യുന്നു. Jesus suffered for us on this earth. യേശു കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി കഷ്ടതകൾ സഹിച്ചു. Jesus was rejected in many areas of his life. തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം തള്ളപ്പെട്ട വ്യക്തി എന്നുള്ളത് യേശു കർത്താവായിരുന്നു. And Jesus suffered rejection so that we will be accepted before God. ഓർക്കുക, യേശു കർത്താവ് ഈ തള്ളപ്പെടൽ അനുഭവിച്ചത് നിമിത്തമായി ദൈവ മുൻപാകെ നാം സ്വീകരിക്കപ്പെട്ടവരായി മാറിയിരിക്കുന്നു. The worst rejection that Jesus suffered was on the cross. യേശു കർത്താവിന്റെ ജീവിതത്തിൽ ഏറ്റവും കഠിനമായ തള്ളപ്പെടലിന്റെ അവസ്ഥ താൻ അനുഭവിച്ചത് കാൽവരി ക്രൂശിലായിരുന്നു. Say it again. യേശു കർത്താവിന്റെ ജീവിതത്തിൽ താൻ ഏറ്റവും അധികം തള്ളപ്പെട്ടതിന്റെ കഠിനമായ അവസ്ഥ അനുഭവിച്ചത് കാൽവരി ക്രൂശിലായിരുന്നു. On the cross he cried, കാൽവരി ക്രൂശിൽ അവൻ കരഞ്ഞു, God, my God, why have you forsaken me? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചവൻ ഉറക്കെ നിലവിളിച്ചതായി ബൈബിൾ പറയുന്നു. God the Father rejected Jesus because he was attributed with all the sins of this world so that he could embrace us. ഓർക്കുക, സ്വർഗത്തിലെ പിതാവ് മനുഷ്യന്റെ സകല പാപങ്ങളെയും യേശുവിന്റെ മേൽ ആരോപിച്ചുകൊണ്ട് അവന്റെ മേൽ ആക്കി തീർത്ത് അവനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ നിമിത്തമായി സ്വർഗത്തിലെ പിതാവ് നമ്മെ ഇതാ കെട്ടിപ്പുണർന്നിരിക്കുകയാണ്. Jesus was rejected so that we could be accepted by the Father. യേശു കർത്താവ് തള്ളപ്പെട്ടത് നിമിത്തമായി, പിതാവിനാൽ തള്ളപ്പെട്ടത് നിമിത്തമായി പിതാവിനാൽ സ്വീകാര്യത നമുക്കുണ്ടായി. Today when we enjoy the presence of God, ഇന്ന് നാം ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. remember this thing. ഈ ഒരു കാര്യം മനസ്സിലാക്കുക, Jesus was cut off from the presence of the Father for us. എന്നാൽ ഓർക്കുക, യേശു കർത്താവിന് ഒരു നിമിഷത്തിൽ പിതാവാം ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടമായിരുന്നു. Now when Jesus cried out, Eli, Eli, lama sabachthani, on the cross, something happened in the temple of God. ഓർക്കുക, യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ഏലി ഏലി ലമാ ശബക്താനി എന്ന് വിളിച്ച് കരയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദൈവാലയത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു. What happened in the temple? ആ ദൈവാലയത്തിൽ, യഹൂദന്മാരുടെ ദൈവാലയത്തിൽ എന്താണ് സംഭവിച്ചത്? Jewish temple had 3 parts. യഹൂദന്മാരുടെ ദൈവാലയത്തിന് 3 ഭാഗങ്ങളുണ്ട്. The first one was called the outer court. ഒന്നാമത്തെ ഭാഗത്തിന് വിളിക്കുന്ന പേര് പ്രാകാരം എന്നാണ്. Then the holy place. അതിനുശേഷം വിശുദ്ധ സ്ഥലം. Then the most holy place or the holy of holies. അതിനുശേഷം അത്യുന്നതനാം ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലം എന്ന് വിളിക്കുന്ന മൂന്നാമത്തെ ഭാഗം. Between the holy place and the most holy place there was a curtain. വിശുദ്ധ സ്ഥലത്തിനും അതിപരിശുദ്ധ സ്ഥലത്തിനും ഇടയിൽ അവയെ തമ്മിൽ വേർതിരിക്കുവാൻ ഒരു വലിയ യവനിക, ഒരു വലിയ കർട്ടനുണ്ട്. No one was allowed to enter beyond this curtain. ഈ കർട്ടന് അപ്പുറത്തേക്ക് ഒരു മനുഷ്യനും കടന്നു ചെല്ലുവാൻ പാടുള്ളതല്ല, except the high priest once a year with the sacrificial blood of the lamb. ഒരിക്കൽ, വർഷത്തിൽ ഒരിക്കൽ മാത്രം അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ നിയമരക്തവുമായിട്ട് മഹാപുരോഹിതൻ അല്ലാതെ ആർക്കും അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനമില്ല. And about this curtain, the early Jewish traditions say that it was 30 feet high. ഈ കർട്ടനെ കുറിച്ച് യഹൂദന്മാരുടെ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്, 30 അടി ഉയരമുള്ളതാണ് ഈ കർട്ടന്റെ ഉയരം എന്നുള്ളത്. And 60 feet wide. എന്ന് മാത്രമല്ല 60 അടി അതിന് വീതിയുമുണ്ട്. And it was as the thickness of a palm. അത് മാത്രമല്ല, ഈ കർട്ടൻ തുണിയുടെ കട്ടി എന്നുള്ളത് നമ്മുടെ ഈ കൈ ഇങ്ങനെ പിടിച്ചാൽ എത്ര കട്ടി കാണും അത്രയും കട്ടിയുണ്ട് അതിന്. Even if
horses were tied to both ends, and if they would pull it, it won't tear. അതിശയോക്തിയല്ല, കുതിരകൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് ഈ കർട്ടനെ പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ പോലും ഈ കർട്ടൻ ഒരിക്കലും പറഞ്ഞു കീറുകയില്ല. അത്രത്തോളം ഘനമുള്ളതായിരുന്നു ആ കർട്ടൻ. And the Jewish traditions say that it took 300 priests to hang this curtain. എന്ന് മാത്രമല്ല, യഹൂദന്മാരുടെ ചരിത്രം പറയുന്നത് 300 പുരോഹിതന്മാർ ചേർന്നിട്ടാണ് ഈ കർട്ടൻ ഒന്ന് തൂക്കിയിടുന്നത്. When Jesus was crucified, എന്നാൽ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ and when he ക്രൂശിക്കപ്പെട്ടപ്പോൾ cried out, my God, why have you forsaken me? ഓ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തുകൊണ്ട് എന്നവൻ കാൽവരി ക്രൂശിൽ കരഞ്ഞപ്പോൾ, The Bible says the curtain was torn from top to bottom. ബൈബിൾ പറയുന്നു ദൈവാലയത്തിന്റെ തിരശീല മേൽതൊട്ട് അടിയോളം ചിന്തിപ്പോയി. What does it say? എന്താണത് സംസാരിക്കുന്നത്? Now onwards, anyone is welcome to the Holy of Holies. അതിന്റെ അർത്ഥം ഇതാണ്, ഇതാ നിങ്ങളെ തടസ്സപ്പെടുത്തിയ കർട്ടൻ കീറിപ്പോയി. ആർക്കും ഏതു മനുഷ്യനും അതിപരിശുദ്ധ സ്ഥലത്തേക്ക് എപ്പോഴും പ്രവേശനമുണ്ട്. No man can tear it. ഒരു മനുഷ്യനും അതിനെ തകർക്കാൻ സാധ്യമല്ല. I believe it was the hands of God who tear off the curtain. ഓർക്കുക, കുതിര ശക്തികൾക്ക് പോലും പറിച്ചു കീറുവാൻ പറ്റാതിരുന്ന കർട്ടൻ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം നമുക്ക് വേണ്ടി അത് പറിച്ചു മാറ്റി. Hallelujah. Hallelujah. Jesus was rejected യേശു കർത്താവ് തള്ളപ്പെട്ടു, and we were accepted. അതുകൊണ്ട് നാം സ്വീകരിക്കപ്പെട്ടവരായി മാറി. Today, any time of the day, any time of the year, we can have access to the throne of grace. ഇന്ന് ഏത് സമയത്തും വർഷത്തിലെ ഏത് ദിവസത്തിലും കൃപാസനത്തിൽ സ്വീകരിക്കപ്പെട്ടവരായി കടന്നു ചെല്ലുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. Hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? Jesus Father is our Father today. യേശു കർത്താവിന്റെ പിതാവ് ഇന്ന് നമ്മളുടെ പിതാവാണ്. And Jesus has become our elder brother. എന്ന് മാത്രമല്ല, യേശു കർത്താവ് ഇന്ന് നമ്മുടെ സഹോദരൻ, മൂത്ത സഹോദരനായി മാറിയിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. I'm going to give you a few scriptures. ഒന്ന് രണ്ട് വേദവചനങ്ങൾ കൂടെ നൽകാൻ ആഗ്രഹിക്കുന്നു. Quickly write it down. വളരെ വേഗത്തിൽ എഴുതിയെടുത്താൽ, And we will read it also. എന്ന് മാത്രമല്ല നാം അത് വായിക്കാനും കൂടെ പോകുകയാണ്. Psalms 27 and verse number 10. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം. Though my father and mother forsake me, the Lord will receive me. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. എല്ലാവരും ചേർന്ന് പറയും, എന്റെ അപ്പനും എന്റെ അപ്പനും എന്റെ അമ്മയും എന്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ ചേർത്തുകൊള്ളും. തന്നെ താൻ പറയാം, എന്റെ അപ്പനും എന്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ ചേർത്തുകൊള്ളും. Hallelujah. ഹല്ലേലൂയ. Shout a big hallelujah. ഒരിക്കൽ കൂടെ ചേർന്ന് 1 Peter chapter 2 verse number 7. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വചനം. The stone the builders rejected has become the capstone. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇവന് ബിസിനസ്സിന് കൊള്ളില്ല, ഇവന് ഈ ജോലിക്ക് കൊള്ളില്ല, ഇവന് ഈ പണിക്ക് കൊള്ളില്ല, ഇവൻ ഒന്നിനും കൊള്ളില്ല എന്നാരെ കുറിച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയും, I need that stone will become the capstone. ആ ഒന്നിനും കൊള്ളുകയില്ലെന്ന് നിങ്ങളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിവുകെട്ടവൾ ഇവളെ കൊണ്ട് എന്തിനു കൊള്ളാം? God says, I want that stone. അത്തരം തള്ളിക്കളഞ്ഞ കല്ലിനെ കർത്താവ് പറയുന്നത്, എനിക്ക് ആ കല്ലിനെ വേണം. മൂലക്കല്ലാക്കി നിന്റെ കുടുംബത്തിൽ നിർത്തുവാൻ എനിക്ക് ആ കല്ലിനെ വേണം. കഴിവുള്ളവരൊക്കെ അങ്ങ് പുറത്ത് കിടക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവനുള്ള കല്ലായി നീ ഇരിക്കാൻ കാരണം അവർ തള്ളിയത് കൊണ്ടാ. ആമേൻ. ഹല്ലേലൂയ. I want to preach today. എനിക്ക് ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കണം. Hallelujah. Hallelujah. Hebrew chapter 13 and verse number 5. എബ്രായർക്കെഴുതിയ ലേഖനത്തിലേക്ക് നീ വന്നാൽ 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനത്തിലേക്ക് വന്നാൽ, This is what God says about you. നിങ്ങളെ കുറിച്ച് ദൈവം പറയുന്ന കാര്യമാണിത്. Never will I leave you. Never will I forsake you. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. Hallelujah. Hallelujah.
Isaiah 49 verse number 15 says, can a mother forget the baby at her breast and have no compassion on the child she has born? Though she may forget, I will never forget it. യെശയ്യാവ് 49:15 വചനം പറയുന്നു, ഒരു സ്ത്രീക്ക് തന്റെ കുഞ്ഞിനെ മറക്കുവാൻ കഴിയുമോ? തന്റെ ഗർഭത്തിൽ ഉരുവായ മകനോട് അവൾക്ക് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നേക്കാം, എന്നാലും ഞാൻ നിങ്ങളെ ഒരിക്കലും 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 മറക്കുകയില്ല. കൈകളുള്ളവരെല്ലാം ഉയർത്തി ഈ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. Isaiah 43 verse number 1. But now this is what the Lord says, He who created you, O Jacob, He who formed you, O Israel, fear not, I have redeemed you, I have summoned you by name, you are mine. ഇപ്പോഴോ യാക്കോബേ, നിന്റെ സൃഷ്ടാവും ഇസ്രായേലേ, നിന്നെ രൂപപ്പെടുത്തിയവനുമായി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. സംശയം ഒന്നും വേണ്ട, നീ എനിക്കുള്ളവൻ, എനിക്കുള്ളവൾ തന്നെ. There is a stress there. അവിടെ ഉറപ്പിക്കുന്ന ചില ഭാഗം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. You are mine. നീ എനിക്കുള്ളവൻ തന്നെ. God possesses you. ദൈവം നിങ്ങളെ അവകാശമാക്കിയിരിക്കുകയാണ്. He is your owner. അവനാണ് നിങ്ങളുടെ യജമാനൻ എന്നുള്ളത്. No one can snatch you out of his hand. അവന്റെ കയ്യിൽ നിന്ന് അവന്റെ സ്വത്തായ നിന്നെ ആർക്കും പിടിച്ചു പറിക്കുവാൻ സാധ്യമല്ല. God's hands are a little mighty hand. ഓർക്കുക, ദൈവത്തിന്റെ കരങ്ങൾ സർവശക്തമായ കരങ്ങളാണ്. Hallelujah. Hallelujah. 1 Corinthians chapter 1 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 27 and 28. അതിന്റെ 27-28 വചനങ്ങൾ. But God chose the foolish things of the world to shame the wise. God chose the weak things of the world to shame the strong. 27-ാമത്തെ വചനം, എന്നാൽ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായവ തിരഞ്ഞെടുത്തു, ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായവ തിരഞ്ഞെടുത്തു. 28. He chose the lowly things of this world and the despised things, the things that are not, to nullify the things that are. ഉള്ളതിനെ ഇല്ലാതെയാക്കുവാൻ ദൈവം ഈ ലോകത്തിലെ ഹീനവും നിന്ദിതവുമായ കാര്യങ്ങൾ ഒന്നുമല്ലാത്തവയെ തന്നെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അവരവർക്ക് തന്നെ കഴിവ് കുറവായി തോന്നിയിട്ടുണ്ടോ? വിദ്യാഭ്യാസം കുറവായി തോന്നിയിട്ടുണ്ടോ? സാമ്പത്തിക ശക്തി കുറവായി തോന്നിയിട്ടുണ്ടോ? പേടിക്കേണ്ട, ദൈവം നിന്നെയാണ് കണ്ടുവച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കൈകളെല്ലാം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. Remember, when you go through such situations in life, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങളിലൂടെ നിങ്ങൾ പോകുമ്പോൾ God will strengthen you more. ദൈവം നിങ്ങളെ കൂടുതൽ ശക്തിയിൽ, He will come closer and closer to you. ദൈവം നിങ്ങളോട് കൂടുതൽ കൂടുതൽ അടുത്തു വരും. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന. എക്സ്പീരിയൻസ് എന്താണ്, എങ്ങനെയായിരുന്നു ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയാം? It was a wonderful experience. Just we were enjoying the trip with this Blessing Today festival. Very amazing trip. It's very wonderful. We are enjoying too much. ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ,
ആർക്കെല്ലാം രോഗസൗഖ്യമോ ഏതെങ്കിലും പ്രശ്നത്തിൽ വിടുതൽ ആവശ്യമുണ്ട് സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക. യേശുവിൻ നാമത്തിൽ സമ്പൂർണമായ വിടുതൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. ഷോൾഡർ പെയിൻ മാറിപ്പോകട്ടെ. മുഖത്തുള്ള എന്തോ പാടുകളോ മറുകോ അങ്ങനെയുള്ള എന്തോ പ്രയാസങ്ങൾ നിമിത്തം വളരെ പ്രയാസപ്പെടുന്ന ചില പെൺകുട്ടികൾ, യുവതികൾ, യേശുവിൻ്റെ നാമത്തിൽ ആ പ്രോബ്ലം മാറിപ്പോകട്ടെ. ദൈവികമായൊരു വിടുതൽ ആ മുഖത്ത് ഉണ്ടാകട്ടെ. അതുപോലെ ഹോർമോണിൻ്റെ തകരാറുകൾ നിമിത്തം പ്രയാസം അനുഭവിക്കുന്ന ചില യുവതി യുവാക്കന്മാർ, യേശുവിൻ്റെ നാമത്തിൽ അവരും ഇതിൽ നിന്ന് പുറത്തു വരട്ടെ. ഇൻ ജീസസ് നെയിം. കുടലിനകത്തുള്ള പ്രയാസങ്ങൾ മാറട്ടെ, അസിഡിറ്റി മാറിപ്പോകട്ടെ, അൾസർ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രെയിൻ ട്യൂമർ മാറിപ്പോകട്ടെ, അലർജികൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുക. ഇൻ ജീസസ് നെയിം ഇപ്പോൾ തന്നെ വിശ്വസിക്കുക. പുഷ്പ എന്നു പേരുള്ള ഒരു സഹോദരി കർത്താവ് തൊണ്ടയിലെ ഒരു പ്രയാസത്തിൽ നിന്ന് ഏതൊരു മുഴയോ ട്യൂമറോ ഗ്രോത്തോ ഉള്ള പുഷ്പ, യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി സൗഖ്യം പ്രാപിക്കട്ടെ. താങ്ക് യു ലോർഡ്. ഏത് വിഷയമാണെങ്കിലും കർത്താവെ, നീ പ്രവർത്തിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേ എന്നുള്ള പുസ്തകങ്ങളും അതുപോലെ സന്ദേശങ്ങളെ CD-കളും ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ നമ്പറിൽ വിളിക്കാം. മാത്രമല്ല വെബ്സൈറ്റിലൂടെ അവർക്ക് അത് കരസ്ഥമാക്കാം. ബുക്കുകൾ ലഭ്യമാണ്. നിങ്ങളുടെ ടാബ്ലറ്റിലേക്കോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്കോ സ്മാർട്ട് ഫോണിലേക്കോ ഡൗൺലോഡ് ചെയ്യാവുന്ന ബുക്കുകൾ ലഭ്യമാണ്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.